സൾഫർ കെമിക്കൽസ് ഗൾഫ് സ്കെച്ചിൻ്റെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പരിശുദ്ധമായ റമദാൻ വ്രതാനുഷ്ഠാനം അതിൻ്റെ രണ്ടാമത്തെ പകുതിയും കഴിഞ്ഞിരിക്കുകയാണ്. വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും റംസാൻ മാസത്തെക്കുറിച്ചും ബഷീർ നെൽമുണ്ട നൽകുന്ന മനോഹരമായ റംസാൻ പ്രഭാഷണം കണ്ട് നമുക്ക് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. പരിശുദ്ധ റമദാന്റെ പ്രധാനപ്പെട്ട രാവുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. അതിൻ്റെ ആദ്യത്തെ 10 കഴിഞ്ഞ് അവസാനത്തെ 10ലേക്ക് നീങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രബലമായ അതിൻ്റെ ഏറ്റവും അകക്കം ഉൾക്കൊള്ളുന്ന ഒരു 10 നടുവിലത്തെ 10. അപ്പോൾ ഇതിൻ്റെ 3 10കളായി അള്ളാഹു വിഭജിച്ചത് തന്നെ 3 10നും പ്രത്യേകമായ ചില വിഷയങ്ങളും ചില കാര്യങ്ങളും ഇതിൽ നമ്മൾ നേടേണ്ടതുണ്ട്. ആ പരിശുദ്ധ റമദാനിൽ ഏറ്റവും പുണ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാനധർമ്മങ്ങൾ. അതായത് പരിശുദ്ധ റമദാൻ വെച്ചത് തന്നെ അന്യന്റെ പ്രയാസങ്ങളും അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവൻ്റെയും ദരിദ്രൻ്റെയും വിഷയങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പണക്കാരനും അതുപോലെ തന്നെ സമ്പന്നർക്കും അവസരം നൽകുക എന്ന മഹത്തായ ഒരു ലക്ഷ്യവും കൂടി ഈ റമദാനിലൂടെ നമ്മൾ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദാനധർമ്മങ്ങൾ. ഏറ്റവും പ്രയാസപ്പെടുന്നവരുടെ ഇടയിലേക്ക് അവനവൻ്റെ ദാനധർമ്മങ്ങൾ നൽകുക. ദാനധർമ്മം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്കാത്തല്ല. സക്കാത്ത് നിർബന്ധമായി ഓരോ സമ്പന്നനും നൽകിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ദാനധർമ്മങ്ങൾ എന്നുള്ളത് അവന് ഏറ്റവും കൂടുതൽ അവൻ്റെ സമ്പത്തിൽ നിന്ന് അവൻ്റെ ഇഷ്ടാനുസരണം അവൻ പാവപ്പെട്ടവൻ്റെയും അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവൻ്റെയും വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ ചെലവഴിക്കുന്ന, അവൻ കൊടുക്കുന്ന, അവൻ കാണിക്കുന്ന ഔദാര്യത്തെയാണ് ദാനധർമ്മങ്ങൾ കൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ റമദാനിൽ നമ്മളുടെ ഇടയിൽ രോഗികളായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളെ സഹായിക്കാൻ, ഒരുപാട് ബുദ്ധിമുട്ടുന്നവന്റെ പ്രയാസങ്ങൾ കാണാൻ, അതുപോലെ തന്നെ ഈ റമദാൻ കഴിഞ്ഞാലും അവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, കണ്ണുനീരുകൊണ്ട് കണ്ണു കഴുകുന്ന ആയിരങ്ങളുടെ കൺതടങ്ങളിലൂടെ അടിക്കുന്ന കണ്ണീരുകൾ ഒപ്പിക്കൊടുക്കാൻ, അതുപോലെ തന്നെ വിധവകളും പ്രയാസപ്പെടുന്നവരും അനാഥരും ജീവിക്കുന്ന ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് മില്യൺ കണക്കിന് കുട്ടികൾ ബുദ്ധിമുട്ടോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കാനും കൂടി ഈ റമദാൻ നമുക്കൊരു വികാരമായി, ഒരു ചേതോ വികാരമായി മാറേണ്ടതുണ്ട് എന്നാണ് നമ്മൾക്ക് ഈ റമദാൻ മാസത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന, ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം കണ്ടുകൊണ്ട് അവന്റെ കൂടെ നിൽക്കുന്നവർക്ക് അള്ളാഹു ഓരോ പ്രയാസങ്ങൾ അവൻ ഈ ഭൂമിയിൽ ആളുകൾക്ക് ചെയ്തു ദൂരീകരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ 70ഓളം വരുന്ന അവസരങ്ങൾ അള്ളാഹു അവനിക്ക് പ്രതിദാനം ചെയ്യുമെന്നും 70ഓളം ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവനെ തടുത്തു മാറ്റുമെന്നും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഓരോരുത്തർക്കും മരണമാസം ആസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും അതിന്റെ പുണ്യം നിങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ ലൈവായി തന്നെ, ഡയറക്റ്റായി തന്നെ ഓരോ വിശ്വാസിയോടും കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന്, നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഓരോ ഔദാര്യങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് കൊടുക്കുകയും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ടത് നമ്മളുടെ ബന്ധപ്പെട്ടവർക്കും കുടുംബങ്ങളുടെ ഇടയിലുമാണ്. അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കും അയക്കുന്നതിനേക്കാൾ ഉപരി നമ്മളുടെ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് രഹസ്യമായും വളരെ ഗോപ്യമായും കൊണ്ടും അവരെ സഹായിക്കാനും അവർക്ക് തൻ്റെ ധനത്തിൽ നിന്നും അവർക്ക് മറ്റുള്ള നിലക്കും അവരെ സഹായിക്കാനുള്ള ഒരു ഇടം കൂടി ഈ റമദാനിലൂടെ നമ്മൾ ആർജിച്ചെടുത്താൽ, ആ ഒരു വികാരം നമ്മൾ ഉൾക്കൊണ്ടാൽ റമദാനിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ്. ആ അവസരത്തിലാണ് നമ്മൾ റമദാനോട് കൂടുതൽ താതാത്മ്യം പുലർത്തുകയും സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ഒരു വളരെ ചെറിയ ഒരു ചില്ലിക്കാശ് തന്നെ ഒരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ സൃഷ്ടാവതിൽ സന്തോഷിക്കുകയും അള്ളാഹു അതിനുവേണ്ടി പ്രത്യേകമായ ഒരു പരിഗണന നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് ധാരാളം ഹദീസുകളിൽ നിന്നും മഹത് വചനങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് റമദാൻ മാസം പോലെയുള്ള പ്രധാനപ്പെട്ട അവസരങ്ങളിൽ നമ്മൾ കൂടുതൽ ഇതിലേക്ക് ആഭിമുഖ്യം പുലർത്തുകയും നന്നായി ഇതിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറാകുകയും റമദാനിന്റെ ഏറ്റവും അനുഗ്രഹീതരായ ആളുകളായി മാറാൻ നമുക്ക് കഴിയണം. അതിന് കഴിയുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വീടൊരു കൊട്ടാരമാക്കാൻ, കുഞ്ഞിക്കുറുമ്പിന് മാറ്റുകൂട്ടാൻ, അഴകോടെ മിന്നിത്തിളങ്ങാൻ, രുചിയുടെ പുതുലോകം തീർക്കാൻ, മനസ്സാഗ്രഹിക്കുന്നതെന്തും ഒരു കുടക്കീഴിൽ 61 രാജ്യങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ, ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ, റെസ്റ്റോറന്റ്, ട്രാവൽ ഏജൻസി സൗകര്യങ്ങൾ,
പുരുഷന്മാർക്കായി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, യാത്ര എളുപ്പമാക്കാൻ ട്രോളി ബാഗുകളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഏറ്റവും ആധുനികമായ ഇലക്ട്രോണിക് മൊബൈൽ ഉൽപ്പന്ന ശ്രേണി, പാദങ്ങൾക്ക് അഴകേകാൻ വിവിധ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ, 24 മണിക്കൂറും പ്രവർത്തന സജ്ജം, പ്രഗത്ഭരായ മാനേജ്മെന്റിന്റെ മേൽനോട്ടം. ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ്. ആസ്വദിക്കൂ മറക്കാനാവാത്ത ഷോപ്പിംഗ് അനുഭവം. ഇനി നിങ്ങൾ പറയും, ഇതാണ് ശരിക്കും ഷോപ്പിംഗ്. NKM Group, Doha, Qatar. Our branches: Qatar Shopping Complex, TV Roundabout, Markia; Saudia Hypermarket, New Rayan; Dubai Center, Salwa Road; Qatar Shopping Complex, Maider; Qatar Big Mart, Maider; Al Majlis Bakery, Rayan. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ, ബിർള സ്കൂളിന് എതിർവശം, ദോഹ, ഖത്തർ. സൾഫർ കെമിക്കൽസ് ഗൾഫ് സ്കെച്ചിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് ഫാമിലികളെ പരിചയപ്പെടുത്തുന്ന ഫാമിലി ബിറ്റ്സ് ആണ്. ഫാമിലി ബിറ്റ്സിലെ ഇന്നത്തെ ഫാമിലികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. സൾഫർ കെമിക്കൽസ് ഗൾഫ് സ്കെച്ചിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റായ ഫാമിലി ബീറ്റ്സിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഖത്തറിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ ഖത്തർ ഷോപ്പിംഗ് മാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഫാമിലി ബീറ്റ്സിൻ്റെ സുഹൃത്തുക്കളെ നമുക്കിവിടെ നിന്ന് പരിചയപ്പെടാം. നമുക്കിവിടെ ഒരു സുഹൃത്തുക്കളുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. എന്താണ് ഈ കട പേര്? എൻ്റെ പേര് ഇല്യാസ്. നാട്ടിലെവിടെയാണ്? മണ്ണാർക്കാട്. ഇവിടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഖത്തർ ടൈപ്പിസ്റ്റ് സെൻ്റർ. എങ്ങനെയുണ്ട് റംസാനൊക്കെ? നല്ല ഉഷാറാണ്. ചൂട് കൂടുതലാണ് എന്നൊരു അഭിപ്രായം ഉണ്ട്, അതിനെപ്പറ്റി എന്താ പറയുന്നത്? ചൂട് കൂടുതലാണ്, പക്ഷേ ഞങ്ങൾക്ക് അനുഭവപ്പെടാറില്ല. കാരണം ഞങ്ങൾ 24 മണി വർക്ക് ചെയ്യുന്നത് ഫുൾ ടൈം എ സിയിലാണ്, അതുകൊണ്ട് ചൂട് അനുഭവപ്പെടുന്നില്ല അല്ലേ? താങ്കൾക്കും അതുപോലെ? പിന്നെ ഇതിനു മുമ്പ് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. ഈ ഖത്തറാണോ അതോ സൗദിയാണോ കൂടുതൽ നമുക്ക് ജീവിക്കാൻ കൂടുതൽ ഒരു ഫ്രീഡം അനുഭവപ്പെടുന്നത്? ഫ്രീഡം എവിടെയാണ്, പക്ഷേ എന്നിരുന്നാലും സൗദി അറേബ്യയാണ് ഇന്ന് 1ാം സ്ഥാനത്ത്. എല്ലാവരും ഇതേ അഭിപ്രായം തന്നെയാണ്. പിന്നെ റംസാനൊക്കെ കൂട്ടുകാരൊന്നിച്ചാണോ നോമ്പ് തുറക്കെ? അത് ഞങ്ങൾ കൂട്ടുകാരൊന്നിച്ചാണ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയിൽ വന്നിട്ടൊന്ന് ഇവിടെ നോമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച അങ്ങോട്ട് വരും. അപ്പോൾ നിങ്ങൾ ഈ പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ തിരഞ്ഞെടുക്കാറ്? അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ഞങ്ങളെവിടെ എത്തിപ്പെടാറുണ്ട്. മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വിലക്കുറവ് എവിടെയാണ് കൂടുതൽ അനുഭവപ്പെടുന്നത്? ഇവിടെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്കൊരു ചോദ്യമുണ്ട്, സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന നല്ല മനോഹരമായ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ചോദ്യം ഇതാണ്: ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ കൗസർ. താങ്കളുടെ അഭിപ്രായം? എന്തായാലും കൺഗ്രാലേഷൻ, കാരണം ശരി ഉത്തരമാണ്. ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന മനോഹരമായ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന മനോഹരമായ ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രതിനിധി മിസ്റ്റർ സിദ്ദിഖിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നന്ദി. ഫാമിലി ബീറ്റ്സിൽ മറ്റൊരു ഫാമിലി കൂടി നമുക്കിന്ന് പരിചയപ്പെടാം. ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പർച്ചേസിന് തിരിക്കുന്ന മനോഹരമായ ഒരു ഫാമിലിയാണ്. നമുക്ക് ആദ്യം അവരൊന്ന് പരിചയപ്പെടാം. എന്താണ് നാട്ടിൽ എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന ഹസ്ബൻഡിൻ്റെ വീട്. എൻ്റെ വീട് വളാഞ്ചേരിയാണ്. കണ്ണൂർ. ഞാനും ഓക്കെ, ഇവിടെ എവിടെയാണ് പഠിക്കുന്നത്? MBS ഇന്ത്യൻ സ്കൂൾ. ജോലി ചെയ്യണം? റുമയിലാണ്. അവിടെ പേരെന്താ? എന്തായാലും നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു ചെറിയ ചോദ്യമുണ്ട്, അതിന് ഉത്തരം നൽകുകയാണെങ്കിൽ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന മനോഹരമായൊരു ഗിഫ്റ്റ് ഉണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: ഖുർആനിൽ ഏറ്റവും നല്ല രാത്രി എന്ന് പരാമർശിച്ച രാത്രി ഏതാണ്? പറഞ്ഞോളൂ. ലൈലത്തുൽ ഖദർ. ഉത്തരവാദനല്ലേ? അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാണ്, ലൈലത്തുൽ ഖദറാണ്. എന്തായാലും ഉത്തരം പറഞ്ഞ ഇവർക്ക് വേണ്ടി ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന മനോഹരമായ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രതിനിധിയെ ക്ഷണിക്കുന്നു. ശരി ഉത്തരം പറഞ്ഞ ഈ ഫാമിലിക്ക് ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രതിനിധി മിസ്റ്റർ ജിബിനെ സ്വാഗതം ചെയ്യുന്നു.
വാങ്ങിച്ചോ? ഓക്കെ ഇതാ ഫാമിലി ബീറ്റ്സിൽ സഹകരിച്ചതിൽ പങ്കെടുത്തതിൽ നന്ദി. അസ്സലാമു അലൈക്കും. ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മനോഹരമായ റെഡിമെയ്ഡ് സെക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിവിധങ്ങളായ പലതരം വസ്ത്രങ്ങളുടെ കമനീയമായ ശേഖരം നമുക്കിവിടെ കാണാൻ കഴിയും. ഫാമിലി ബീറ്റ്സിൻ്റെ മറ്റൊരു ഫാമിലിയെ കൂടി നമുക്കിവിടെ നിന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. എന്താണ് ഇക്കടെ പേര്? അമീർ. അമീൻ. നാട്ടിലെവിടെയാണ്? എല്ലാവരുടെ ഫാമിലിക്കായിട്ട് കഴിയുന്ന ആൾക്കാരാണ്. ഇത് താങ്കളുടെ സിസ്റ്ററാണ് അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് റമദാനൊക്കെ? ചൂട് കൂടുതലാണോ? ഇത്തടെ ഹസ്ബൻഡ് എവിടെയാണ്? അപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടിയിലാണോ അദ്ദേഹം? ഇതിനു മുമ്പ് വിദേശ രാജ്യങ്ങളൊക്കെ വേറെ പോയിട്ടുണ്ടോ? ഖത്തറാണോ സൗദിയാണോ എന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇക്കാര്യം ചോദിക്കാം. ഖത്തറാണോ സൗദിയാണോ ജീവിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത്? രണ്ട് രീതിയാണ്. ഒന്ന് ഖത്തറാണെങ്കിൽ ഫ്രീഡം കൂടുതലാണ്. സൗദി ആകുമ്പോൾ വേറെ രീതിയിലാണ്. അവിടെ എക്സ്പെൻസ് കുറവാണ്, ഇവിടെ എക്സ്പെൻസീവ് ആണ്. ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഈ റെഡിമെയ്ഡ് സെക്ഷനെ പറ്റിയിട്ട് ഇത്തയുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ സെലക്ഷൻ ഉണ്ടെന്നാണ് ഇത്തയുടെ അഭിപ്രായം. ഇക്കാര്യം അങ്ങനെ തന്നെ. അപ്പോൾ പെരുന്നാളിൻ്റെ പർച്ചേസൊക്കെ കഴിഞ്ഞോ? എന്തായാലും റമദാൻ്റെ ഈ ദിനങ്ങളിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം നിങ്ങൾ ഉത്തരം നൽകുകയാണെങ്കിൽ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന മനോഹരമായൊരു ഗിഫ്റ്റ് ഉണ്ട്. ചെറിയൊരു ചോദ്യം. ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂറത്താണ്. മരണസമയങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഈ സൂറത്തിൻ്റെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതെ, സൂറത്തുൽ യാസിൻ ആണ് നമ്മുടെ ഉത്തരം. എന്തായാലും ശരി ഉത്തരം പറഞ്ഞ ഇവർക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ മെഹറൂഫിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഫാമിലി ബീറ്റ്സ് സഹകരിച്ചതിന് നന്ദി. ഓക്കെ, അസ്സലാമു അലൈക്കും. Sulphur Chemicals WLL Doha, Qatar. Our services: chemical trading, chemical import and export, customs clearance, chemical and non-chemical storage, packing and moving solutions, civil and environmental approved warehousing, normal and open yard storage, civil and environmental documentation works. Sulphur Chemical WLL, your chemical logistic partner, Doha, Qatar. Telephone 44664187. Dubai office, Sulphur International General Trading LLC, Dera, Dubai. നമ്മൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ട മിക്ക ഫാമിലിയും നമ്മളോട് പറഞ്ഞുകൂടെ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് കളക്ഷൻസ് ആണ്. നമുക്ക് കാണാൻ കഴിയും വിവിധങ്ങളായ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കമനീയമായൊരു ശേഖരം തന്നെ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിന് സ്വന്തമായിട്ടുണ്ട്. ഫാമിലി ബീറ്റ്സിൻ്റെ മറ്റൊരു ഫാമിലിയെ കൂടി നമുക്ക് ഇവിടെ നിന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. എന്താണ് കേടെ പേര്? മുസ്തഫ. കേടെ പേര് എന്താണ്? കുട്ടികളുടെ പേര്? നാട്ടിലെവിടെയാണ്? ഇവിടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത്ത വർക്ക് ചെയ്യുന്നുണ്ടോ? സേഫാണ്. എങ്ങനെ പോകുന്നു ഖത്തറിലെ ജീവിതമൊക്കെ? പോകുന്നു. ചൂട് കൂടുതലാണെന്നൊരു അഭിപ്രായമുണ്ട് ഇത്തവണ. നോമ്പൊക്കെ നന്നായിട്ട് പോകുന്നു. ഈ നോമ്പ് തുറ എങ്ങനെയാ? വീട്ടിലാണോ അതോ കൂട്ടുകാർക്കൊപ്പം ആണോ? കൂട്ടുകാരെ വിളിച്ച് നോമ്പ് തുറക്കില്ല? ഇല്ല. എന്തായാലും നല്ലൊരു ആശയമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ്. പിന്നെ എങ്ങനെ പോകുന്നു ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പർച്ചേസിങ്? എന്താണ് ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇത്, വിലക്കുറവ് ഏറ്റവും കൂടുതൽ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിലാണെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഖുർആനിൻ്റെ 1/3 ഭാഗം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതെന്നറിയും? ഇതാണ് അഭിപ്രായം.
ഇക്കായ പിന്താങ്ങുന്നതാണോ അത് അറിഞ്ഞിട്ട് പറയുന്നതാണോ? എന്തായാലും പറഞ്ഞ ഉത്തരം ശരിയാണ്. അതുകൊണ്ട് തന്നെ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന മനോഹരമായ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രതിനിധി മിസ്റ്റർ അബ്ദുൾ സലീമിനെ ഞാൻ സ്വാഗതം ചെയ്യും. ഓക്കെ, ഫാമിലി ബീറ്റ്സിൽ നമുക്ക് ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. എന്താണ് പേര്? ഷിഹാബ്. നാട്ടിലെവിടെയാണ് നിങ്ങൾ വരാം? ചാവക്കാട്. അടുത്ത സ്ഥലത്ത് നിന്നാണ്. ഇവിടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഓഡിറ്റിംഗ് കമ്പനിയിൽ. എങ്ങനെ പോകുന്നു ഖത്തറിലെ ജീവിതമൊക്കെ? എല്ലാവരും ഒരുമിച്ചാണോ നോമ്പ് തുറയൊക്കെ ഒരുമിച്ചാണ്? എങ്ങനെയുണ്ട് ഈ ഖത്തറിലെ ഈ തവണത്തെ റമദാനിലെ ചൂടിനെ പറ്റി എന്താണ് അഭിപ്രായം? ഷോപ്പിങ്ങിന് വേണ്ടി ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിലാണോ എത്താറ്? അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് ഈ ഷോപ്പിംഗ് അനുഭവം? ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ സെബിൽ പറഞ്ഞിട്ട് അറിയുന്നത്. ഇവിടെ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് 24 hour വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. കുഴപ്പമില്ല, കുറച്ച് സെയിലും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അറിഞ്ഞ് വന്ന കളക്ഷനെ പറ്റി എന്താണ് അഭിപ്രായം? കളക്ഷൻ ഇപ്പോൾ കുറച്ച് ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളൂ. കവർ ചെയ്തിടത്തോളം കുഴപ്പമില്ല, നല്ല കളക്ഷനാണ്. കുറച്ചുകൂടെ നോക്കിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വരും. കുറച്ചുകൂടെ നോക്കിയിട്ട് മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് പ്രൈസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? കുറച്ചുകൂടെ കുറവായിട്ട് ഇവിടെ തോന്നുന്നുണ്ട്. ആണല്ലേ? നിങ്ങളുടെ മനസ്സിനൊക്കെ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ട്? നാട്ടിൽ ഇനി പെരുന്നാളിന് പോകാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. ഞാൻ അടുത്ത ശനിയാഴ്ച പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പർച്ചേസാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു അവധി ദിനം ഞാനും ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിന് ഉത്തരം നൽകിയാൽ നിങ്ങളുടെ ആദ്യത്തെ ഈ പർച്ചേസ് ഒന്നും കൂടി നമുക്ക് ഗംഭീരമാക്കാം. കാരണം ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന മനോഹരമായ ഒരു ഗിഫ്റ്റ് ഉണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ റംസാൻ മാസത്തിൽ നടന്ന ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൻ്റെ പേര് എന്താണെന്ന് അറിയാമോ? 3 പേർക്കും ഒരേ ഉത്തരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരി ഉത്തരവും അത് തന്നെയാണ്, ബദർ യുദ്ധമാണ്. ഇവർക്ക് വേണ്ടി ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മനോഹരമായ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രതിനിധി മിസ്റ്റർ നൌഷാദിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി ബീറ്റ്സുമായി സഹകരിച്ചതിൽ നന്ദി. ഇൻഷാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഫാമിലി ബീറ്റ്സിൽ നമുക്ക് മറ്റൊരു ഫാമിലിയെ കൂടി പരിചയപ്പെടാം. ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പർച്ചേസിന് എത്തിയിരിക്കുന്ന ഈ ഫാമിലിയിലേക്ക് നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. എന്താണ് പേര്? മുഹമ്മദ് സാലിഹ്. എല്ലാവരും പേരും പെട്ടെന്ന് പറയാമോ? മുനീർ. ഓക്കെ, മനോഹരമായ പേരുകളുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഖത്തറിലെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പിൻ്റെ സമയത്ത് കുറച്ച് ചൂട് കൂടുതലാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് എത്താറ്? വരാറുണ്ട് വല്ലപ്പോഴൊക്കെ. ഇവിടുത്തെ പർച്ചേസിങ് കളക്ഷനെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? കൂടുതൽ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. റീസണബിൾ റേറ്റ്സ് ഒക്കെയാണ്. കളക്ഷനെ പറ്റി എന്താ അഭിപ്രായം? ഇതിലിപ്പോൾ എന്താ പാട്ട് പാടുന്നോ? നീ പാടുമല്ലോ. ഇല്ല, പാടുമോ? ഒരു ചെറിയ വരി, 2 വരി പാടിക്കോ. ഞാൻ ചോദിക്കുന്നൊരു ചെറിയ ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണെങ്കിൽ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന മനോഹരമായൊരു ഗിഫ്റ്റുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ ഖുർആനിൽ ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത സൂറത്ത് ഏതാണ്? ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ തൗബ. നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ നൽകിയിട്ടുണ്ട്. സൂറത്തുൽ തൗബ എന്നതാണ് ഖുർആനിൽ ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത സൂറത്ത്. എന്തായാലും നമ്മുടെ ചോദ്യത്തിന് നൽകിയവർക്ക് ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന മനോഹരമായ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രതിനിധി മിസ്റ്റർ ഹാരിസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി ബീറ്റ്സിൽ പങ്കെടുത്തതിൽ സന്തോഷം. ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ, ബിർള സ്കൂളിന് എതിർവശം, ദോഹ, ഖത്തർ.
ഈ പുണ്യമാസമായ റമദാൻ മാസത്തിൽ എൻ്റെയും സൾഫർ കെമിക്കൽ ട്രേഡിംഗ് കമ്പനിയുടെയും 1000 ആശംസകൾ നേരുന്നു. ഈ പുണ്യമായ മാസം റമദാൻ മാസം നമുക്കെല്ലാവർക്കും നന്മകളും നല്ലതും വരുത്തട്ടെ എന്നാശംസിക്കുന്നു. ഖത്തറിൽ റെഡ് ക്രിസന്റ് സംഘടിപ്പിക്കുന്ന ഇഫ്താർ മീറ്റ് ദിവസേന നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. റെഡ് ക്രിസന്റ് സംഘടിപ്പിക്കുന്ന ഇഫ്താർ മീറ്റ് നമുക്കൊന്ന് കണ്ടുവരാം.